വിളിക്കുന്നത്? സുഡാപ്പി എന്ന് വിളിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരായ ആൾക്കാരാണ് മുമ്പ് വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു 15 കൊല്ലം മുമ്പ് വരെ സുഡാപ്പി എന്ന് വിളിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. ഇന്ന് ആ സംഘടനയില്ല, അതിനെ നിരോധിച്ചേക്കാണ്. അപ്പോൾ ഈ സുഡാപ്പി എന്ന് വിളിക്കുന്നവരാണ്, അത് മുസ്ലിങ്ങളെ പോലും അല്ല. എന്തുമാവട്ടെ ഒരു 10 കൊല്ലം മുമ്പ് വരെ സുഡാപ്പി എന്ന് വിളിക്കുന്ന ആരെയാണ്? പോപ്പുലർ ഫ്രണ്ടുകാരാണ്. അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവരെ സുഡാപ്പി എന്ന് വിളിക്കുക. ഇന്ന് അതിനുശേഷം എന്താണ്? മുസ്ലിങ്ങളെ മുഴുവൻ സുഡാപ്പി എന്ന് വിളിക്കുക, മുസ്ലിം പേരുള്ളവരെ മുഴുവൻ സുഡാപ്പി എന്ന് വിളിക്കുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മുസ്ലിം ആവണമെന്നില്ല സുഡാപ്പി എന്ന് വിളിയേക്കാൻ. അതായത് RSSനെതിരെ സംസാരിക്കുന്നവരെ, സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നത് ആരായാലും, അത് കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഇനി അനാർക്കികളായാലും പോസ്റ്റ് മോഡേണിസ്റ്റുകളായാലും മാവോയിസ്റ്റുകളായാലും ആരായാലും സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നവരൊക്കെ സുഡാപ്പികളാണ്. അപ്പോൾ ഈ സുഡാപ്പി മൗദൂദി വിളി കേൾക്കാത്ത എത്ര സംഘപരിവാർ വിരുദ്ധ ലോകത്തുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുണ്ട്, എല്ലാവരും വിളിക്കും അവർ. അത് ഇപ്പോൾ CPM ആണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശരം ഏറ്റുവാങ്ങുന്ന ആളുകൾ. CPM എങ്ങനെയാണെന്ന് വെച്ചാൽ CPM-മാരെ സുഡാപ്പികൾ എന്ന് വിളിക്കും. എന്താണ് കാരണം? കമ്മി സുഡാപ്പി, അത് ചേർത്താണ് വിളിക്കുക, കമ്മി സുഡാപ്പി. അപ്പോൾ അവിടെയാണ് ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഐ ആം സുഡാപ്പി എന്ന് ഷൈനികം പറയുന്നുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ചില സമയങ്ങളിൽ നമ്മളങ്ങനെ പറയേണ്ടി വരും. നമ്മൾ സുഡാപ്പികളല്ലെങ്കിലും ഐ ആം സുഡാപ്പി എന്ന് പറയേണ്ടി വരും. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് വരെ ഇത്തരം വിളികൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ, എനിക്കൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ചൂഴലുണ്ടാവും. എന്നെയൊക്കെ ഒരാൾ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ ഞാൻ തീവ്രവാദിയല്ലോ, പിന്നെ എന്തിനാണ് എന്നെ തീവ്രവാദി എന്ന് വിളിക്കുന്നത്, നമുക്ക് ചൂഴലുണ്ടാവും. ഇപ്പം ആ ചൂഴൽ ആളുകൾക്ക് പോയി കഴിഞ്ഞു. ചില സമയങ്ങളിൽ നമ്മൾ അത് തിരിച്ച് പറയേണ്ടതുണ്ട്. അതുപോലെ ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയം പറഞ്ഞ ആളുടെ മതം ചെയ്യുക. അപ്പോൾ ആർക്കാണ് ഇത് കിട്ടാത്ത, ചാപ്പ് കിട്ടാത്ത ആരാളുള്ളത്? മമ്മൂട്ടിക്കും ഷൈനികത്തിനും. എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടുവാണ്, എല്ലാവർക്കും ഇത് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് രണ്ടുപേരും പറയണം ഞാൻ സുഡാപ്പിയാണ്, ഷട്ട് യുവർ മൗത്ത് എന്ന് പറയാൻ കഴിയണം. അത് ശരിക്കും ഷൈനികത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇന്റർവ്യൂവിൽ